ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഡു വേൾഡ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബീപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂലൈ 5. അടുത്ത ചോദ്യം, ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം കൊച്ചു മുഹമ്മദ്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? ഉത്തരം കുഞ്ഞാത്തുമ്മ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. ബഷീറിൻ്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീർ വിവാഹിതനായ വർഷം ഏതാണ്? ഉത്തരം 1958. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിന, അനീസ്. ബഷീറിൻ്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ഉത്തരം അദ്ദേഹത്തെ ടാറ്റ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് അദ്ദേഹത്തെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത്. ബഷീറിൻ്റെ ആദ്യ നോവൽ ഏതായിരുന്നു? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതായിരുന്നു? ഉത്തരം കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം വയലാലിൽ വീട്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ.
ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം E.M. അഷ്റഫ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഉത്തരം ജയകേസരി. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജ രാജകുമാരി എന്ന ഗാനമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? ഉത്തരം യാ ഇലാഹി. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ഉത്തരം നേരും നുണയും. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കഥാബീജം. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം A. വിൻസെൻ്റ്. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ എല്ലാവരും നിങ്ങളുടെ പേരും നിങ്ങളുടെ ജില്ലയും ഒന്ന് കമൻറ്റ് ചെയ്യണേ.